ഹാർട്ടിന് വേണ്ട എക്സർസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക കാർഡിയോ എക്സർസൈസുകളാണ്, ഓട്ടം, നടത്തം, സൈക്ലിംഗ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ കാർഡിയോളജിസ്റ്റുകളും തിരിച്ചറിഞ്ഞ ഒരു പ്രത്യേക എക്സർസൈസ്, ഹൃദയത്തിന് ഏറ്റവും വേണ്ടത് നമ്മുടെ കാലുകളുടെ മസിലുകളിലേക്കുള്ള എക്സർസൈസ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടതാവുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് ആ എക്സർസൈസ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും അതിലൂടെ ഹൃദയത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇറച്ചി അതല്ലെങ്കിൽ മസിൽസ് ഉള്ളത് നമ്മുടെ തുടകളിലും കാലുകളിലുമാണ്. ഇത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മസിലാണ്. ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഏറ്റവും അധികം കത്തിച്ച് കളയുന്നത് ഈ മസിൽസ് ആണ്. ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഈ മസിൽസ് ആണ്. ഒന്നാമതായിട്ട് രക്തത്തിലുള്ള ഷുഗറിനെ ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുക്കുകയാണ് ഈ മസിൽസ് ചെയ്യുന്നത്. നമ്മൾ കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുത്തനെ കൂടുകയാണ്. ആ സമയത്ത് പാൻക്രിയാസ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ അയക്കുകയാണ് ഈ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾ, പ്രത്യേകിച്ച് മസിലുകൾ, ഈ ഇൻസുലിൻ പറയുന്നത് കേൾക്കാണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടി തന്നെ നിൽക്കും, അത് കുറയില്ല. ഇതിന്റെ പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പാൻക്രിയാസ് വീണ്ടും ആവശ്യത്തിലധികം ഇൻസുലിൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഇൻസുലിന് ഒന്നും ഒരു ഫലം ഉണ്ടാവില്ല. ഇങ്ങനെ കൂടി നിൽക്കുന്ന അനാവശ്യ ഇൻസുലിൻ ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കെട്ടി നിൽക്കുന്നത് വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പലർക്കും വയറ് ചാടുന്നത്. മാത്രമല്ല, ഇത് രക്തധമനികൾക്കകത്ത് നീർക്കെട്ടുണ്ടാക്കുന്നുണ്ട്, ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുത്തനെ കുറക്കുന്നുണ്ട്. ഇനി കാലിന്റെ മസിൽസ് എക്സർസൈസ് ചെയ്താൽ ഇതിൽ എങ്ങനെയാണ് മെച്ചങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. കാൽ എക്സർസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മസിൽസ് രക്തത്തിലുള്ള കൂടിയ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുകയാണ്, ഇൻസുലിന്റെ പോലും ആവശ്യമില്ലാതെ. അതുകൊണ്ട് തന്നെ പാൻക്രിയാസിന് ഒരു റെസ്റ്റ് കിട്ടുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മസിൽസിനകത്തുള്ള ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന സ്റ്റോർ ചെയ്തു വെച്ച ഗ്ലൂക്കോസിനെ കത്തിച്ച് കളയാണ്. അത് കാരണം കാലിന്റെ എക്സർസൈസ് കഴിഞ്ഞ അടുത്ത 1-2 ദിവസങ്ങൾ എക്സർസൈസ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ പോലും ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നില്ല. മൂന്നാമത്തത്, സ്ഥിരമായിട്ട് കാലിന്റെ എക്സർസൈസ് ചെയ്യുമ്പോൾ മാംസപേശികളുടെ അളവ് കൂടുന്ന കാരണം ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി കൂടി വരികയാണ്. ഗ്ലൂക്കോസ് അതിനകത്ത് കടന്നോളും, രക്തത്തിൽ വരില്ല. നാലാമത്തത്, കാൽ എക്സർസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത് ഹോർമോൺ, ടെസ്റ്റോസ്റ്റിറോൺ ഇതെല്ലാം കൂടുന്ന കാരണം നീർക്കെട്ട് കുറയുന്നുണ്ട്, മൊത്തത്തിലുള്ള മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി കാർഡിയോ എക്സർസൈസും കാലിന്റെ മസിലിന്റെ എക്സർസൈസും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാർഡിയോ എക്സർസൈസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കാലറി കത്തിപ്പോകുന്നത്, അല്ലേ? എന്നാൽ കാൽ എക്സർസൈസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും കാലറി ഉപയോഗിക്കപ്പെടുകയാണ്. ഇതിന്റെ കാരണം നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നന്നായിട്ട് മെച്ചപ്പെടുന്നുണ്ട്. നിങ്ങൾ കാലിന്റെ എക്സർസൈസിന് നല്ല പ്രാധാന്യം കൊടുക്കണം ജീവിതത്തിൽ. അതിന് ചെയ്യാവുന്നത് സ്ക്വാറ്റുകൾ, ലഞ്ചസ്, ഡെഡ് ലിഫ്റ്റ്, സ്റ്റെപ്പ് അപ്പ്. ഇനി ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ലെഗ് പ്രസ്, അതുപോലെ ബട്ടക്സിനുള്ള എക്സർസൈസ്, ഇതെല്ലാം നിർബന്ധമായിട്ടും ചെയ്യണം.